നടൻ ബാലയ്ക്കെതിരെ വീണ്ടും കേസ്. മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. തിയോഫിൻ, ബാലയ്ക്കെതിരെ മുൻപും അമൃത സുരേഷ് കൊടുത്ത പരാതിയിൽ ഏതാണ്ട് 6 മാസം മുമ്പ് ബാലയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വന്നിരുന്നു പോലീസിന്. ഈ കേസ് എന്താണ്? കേസിന് ആധാരമായിട്ടുള്ള പരാതി എന്താണ്? അന്ന, ഇതിപ്പോൾ അമൃത സുരേഷ് നൽകുന്ന അടുത്തൊരു പരാതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കോടതിയിൽ നൽകിയ ചില രേഖകളുണ്ട്. ഡിവോഴ്സ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സ് എഗ്രിമെൻറ്റിൻ്റെ, അതായത് വിവാഹമോചന കരാറിൻ്റെ 5-ാം പേജിൽ കൃത്രിമം നടത്തിയെന്നാണ്. ഇത് ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കിയതിൽ ആ 5-ാം പേജിൽ കൃത്രിമം നടത്തി. അതോടൊപ്പം തന്നെ ആ പേജിൽ തൻ്റെ ഒപ്പ് ഉണ്ടായിരുന്നത് അതിന് പകരം ഈ കൃത്രിമമായി വെച്ച പേജിൽ വ്യാജമായ ഒപ്പിട്ടു എന്നാണ് അമൃത സുരേഷിൻ്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റൊന്നുകൂടി അമൃത സുരേഷ് പറയുന്നത്, തൻ്റെ മകളുടെ പേരിൽ കുഞ്ഞിന് വേണ്ടി ഒരു ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിൽ ചേർന്നിരുന്ന ആ ഇൻഷുറൻസ് അത് കൃത്യമായി അത് അടയ്ക്കുകയും അതിൻ്റെ രേഖകൾ റെസിപ്റ്റ് നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, പിന്നീട് അറിഞ്ഞത് ഈ ഇൻഷുറൻസ് രേഖകൾ ഹാജരാക്കി അത് പിൻവലിച്ചു പോയി എന്നാണ്. അതായത് നിക്ഷേപം ഉണ്ടായിരുന്നത്, ബാങ്ക് നിക്ഷേപവും ഇൻഷുറൻസ് നിക്ഷേപവും ഒക്കെ മകളുടെ പേരിലുണ്ടായിരുന്നത് ബാല പിൻവലിച്ചു എന്നൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഈ കോടതിയിൽ ഹാജരാക്കിയ രേഖകളിൽ, അതായത് വിവാഹമോചന കരാറിൻ്റെ 5-ാം പേജിൽ കൃത്രിമം നടത്തിയെന്ന പരാതിയാണ് വളരെ ഗൗരവമായിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ബാലയ്ക്കെതിരെ ഒരു കേസ് കൂടി വന്നിരിക്കുന്നു. ഇനി ഈ കേസ് കൂടി, അതായത് നേരത്തെ എടുത്ത ഒരു കേസ്, ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു. യൂട്യൂബിലൂടെ തന്നെയും മകളെയും അപകീർത്തിപ്പെടുത്തുന്നു എന്ന പരാതിയിലായിരുന്നു ആ കേസെടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്തൊരു കേസ് കൂടി വന്നിരിക്കുന്നത്. അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ബാലയെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി നടപടികൾ എങ്ങനെയാവുമെന്ന് നമുക്ക് അറിയാൻ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആവുന്നതേ ഉള്ളൂ. എന്തായാലും നടപടി പോലീസ് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നാണ് ഈ പരാതി പറയുന്നത്. ഈ കൃത്രിമത്വം എന്താണ് എന്നതിനെക്കുറിച്ച് വിവരങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്ന, അതായത് കുഞ്ഞിന് നൽകേണ്ട കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അതിനകത്ത് വരുന്നത്. ആ രേഖയിലാണ്, അതായത് അതിലാണ് കൃത്രിമം നടത്തിയെന്ന് പറയുന്നത്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ്, ബാങ്ക് നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് ആ പേജിലുള്ള അതായത് അതിലുള്ള മാറ്ററിലാണ്. ആ വിവരങ്ങൾ അടങ്ങുന്ന പേജാണ് ഈ മാറ്റി മറ്റൊരു പേജ് അവിടെ പ്ലേസ് ചെയ്ത് കൃത്രിമമായി നിർമ്മിച്ച മറ്റൊരു പേജാണ് അവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് അമൃത സുരേഷിൻ്റെ ആരോപണം. ഇത് ഉന്നയിച്ചുകൊണ്ടാണ് അമൃത പരാതി നൽകിയിട്ടുള്ളത്. സെൻട്രൽ പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.